നമസ്കാരം. മീഡിയ കമ്പാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടക്കം കൂടാതെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ തുക 1000 രൂപ കൂടി വർദ്ധിപ്പിച്ച അടിസ്ഥാന പെൻഷൻ 3000 രൂപ ആക്കുമെന്ന് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്യാരണ്ടിയായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണിത്. അതുമാത്രമല്ല, ഭിന്നശേഷിക്കാർക്ക് ഇതിൽ കൂടുതൽ ഒരു നിശ്ചിത ശതമാനം കൂടി വർദ്ധിപ്പിച്ചുള്ള പെൻഷൻ തുകയൊക്കെ വിതരണം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. അപ്പോൾ ഈ ധനസഹായം ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ധനസഹായം ലഭിക്കാൻ വേണ്ടി നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതായത് വളരെ വൈകാതെ തന്നെ അതീവ പ്രാധാന്യത്തോടെ സർക്കാർ കാണുന്ന പെൻഷൻ തുക വർധനവ്. ഇതിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ്. സെപ്റ്റംബർ മാസം 30-ാം തീയതി ഇത് നമ്മളുടെ സംസ്ഥാനത്ത് അവസാനിക്കുകയും ചെയ്യും. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്. നിലവിൽ ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന 30 രൂപ ഫീസ് നൽകി ബയോമെട്രിക് സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ ഐറിസ് സ്കാനറിലൂടെ ഈ ബയോമെട്രിക് സംവിധാനം വിജയകരമായിട്ട് പൂർത്തിയാക്കുകയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവും ചെയ്യേണ്ടത്. 2025 ഡിസംബർ മാസം 31 വരെയുള്ള കാലയളവിൽ പെൻഷൻ അപ്രൂവായിട്ട് അത് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഈ മസ്റ്ററിങ് പങ്കെടുക്കണം. അത് ചെയ്യുകയും വേണം. അതായത് ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർ ചെയ്യണം. അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ പോലുള്ള ഒട്ടനവധി പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന അങ്ങനെയുള്ള എല്ലാ ഗുണഭോക്താക്കളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണിത്. അതായത് ഈ വർഷം തന്നെ അവസാനത്തോടെയോ അല്ലെങ്കിൽ അടുത്ത വർഷത്തോടെയോ നിലവിൽ പെൻഷൻ തുക 3000 സർക്കാർ വർദ്ധിപ്പിച്ചേക്കും. ഈ വർദ്ധിപ്പിക്കുന്ന പെൻഷൻ തുക നിലവിൽ 5 വർഷക്കാലത്തിൻ്റെ അവസാന സമയത്തേക്ക് നീട്ടിക്കൊണ്ടു പോവില്ല എന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, അതീവ പ്രാധാന്യം നൽകി സർക്കാർ പരിഗണിക്കുന്ന പ്രഥമ കാര്യം ആയതുകൊണ്ട് തന്നെ ഇത് എത്രയും വേഗം നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. വളരെ വൈകാതെ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ മസ്റ്ററിംഗ് ഒക്കെ ചെയ്തില്ല എങ്കിൽ നമുക്ക് ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും. അങ്ങനെയുള്ളവർ പദ്ധതിയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. ഇതുമാത്രമല്ല, മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തുകയും അതെന്ത് കാരണത്താൽ ചെയ്തില്ല, അതായത് ഒന്നുകിൽ മരണപ്പെട്ട് കാണും, അതല്ല എങ്കിൽ നിലവിൽ സ്ഥലത്തില്ലാത്തത് മൂലമായിരിക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ അന്വേഷിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഇപ്പോഴുള്ള പെൻഷൻ കർശന പരിശോധന മാനദണ്ഡങ്ങളെല്ലാം പിന്നിട്ട ശേഷമാണ് അപ്രൂവൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് നഷ്ടമാകാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇനി നമ്മളുടെ വീടുകളിൽ കിടപ്പ് രോഗികളുണ്ട്, തീരെ അവശത അനുഭവിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നേരിട്ട് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലും വാർഡ് മെമ്പറുടെ പക്കലും അറിയിക്കണം. നമ്മളെ ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പർ, കൃത്യമായിട്ട് നമ്മുടെ ലൊക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യുകയും വേണം. കാരണം സെപ്റ്റംബർ മാസം ഹോം മസ്റ്ററിംഗ് കൂടി ആരംഭിക്കുമ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ജീവനക്കാർ നമ്മളുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യും. 50 രൂപയാണ് അതിന് ഫീസ് കൊടുക്കേണ്ടി വരുന്നത്. 50 രൂപയല്ലേ ഫീസുള്ളൂ എങ്കിൽ പിന്നെ വീട്ടിലെത്തി ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ പേര് വിവരങ്ങൾ കൂടി കൊടുത്തേക്കാമെന്ന് ആരോഗ്യവാനായ ഒരു പെൻഷൻ ഗുണഭോക്താവ് ശ്രമിക്കുകയാണെങ്കിൽ, ആ രീതിയിൽ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നതാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ആരോഗ്യവാനായ ഒരു പെൻഷൻ ഗുണഭോക്താവ് ഈ രീതിയിൽ ഹോം മസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ സർക്കാരിന് വലിയൊരു നഷ്ടമുണ്ടാകുന്നുണ്ട്. 50 രൂപ മാത്രമാണ് ഇവിടെ ഫീസ് ആവുന്നത്. അപ്പോൾ അർഹതയുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഇത് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി ചെയ്യാൻ പറ്റുന്നവർ നേരിട്ടെത്തിപ്പോയി തന്നെ ചെയ്യുക. അല്ലാത്തവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സർക്കാർ നോട്ട് ചെയ്യും. അതനുസരിച്ച് പിന്നീട് ഒരു അന്വേഷണവും ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സർക്കാരിന് കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരത്തിൽ ഹോം മസ്റ്ററിങ്ങിന് ധാരാളം പേര് ഹോം മസ്റ്ററിങ് ചെയ്ത് ഒരു നഷ്ടം വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ കൂടി അറിയിക്കുന്നത്. അപ്പോൾ പെൻഷൻ 3000 ആക്കുമ്പോൾ ഇതെല്ലാം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന ഈ ഒരൊറ്റ കാര്യം ഇത് നമ്മൾ ചെയ്തേ മതിയാകൂ: ബയോമെട്രിക് മസ്റ്ററിങ്. ബയോമെട്രിക് മസ്റ്ററിങ് പരാജയപ്പെട്ടാൽ നമുക്ക് ഫെയിലിയർ റിപ്പോർട്ട് സഹിതം നേരിട്ടെത്തി പഞ്ചായത്തുകളിൽ നേരിട്ടെത്തി ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിങ് പൂർത്തീകരിക്കാം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.